ചോദിക്കുകയാണ്, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. ഏതുപോലെ നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ ആരാധിക്കലാണ്. നീ അല്ലാഹുവിനെ കണ്ടിട്ടില്ല എങ്കിലും ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നത് പോലെ നീ ആരാധിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് ആത്മാർത്ഥമായിരിക്കണം. നമ്മുടെ നിസ്കാരങ്ങൾ നാം ഭക്തിയില്ലാതെ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ ശവത്തിനെ സമർപ്പിക്കുന്നത് പോലെയായെന്ന് മഹാനായ ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ നേതാവിലേക്ക് ഒരു ശത്ത് നാറുന്നതായ ശവത്തിനെ പാക്ക് ചെയ്തുകൊണ്ട് കടലാസിൽ പൊളിഞ്ഞുകൊണ്ട് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനിക്ക് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രമാണ് ആ നേതാവ് ഇതിനെ വെറുക്കുന്നത്, അതിനെ ഇഷ്ടപ്പെടുകയില്ല. അപ്രകാരമാണ് ഭക്തിയില്ലാതെ നമസ്കരിച്ചാൽ അള്ളാഹുവിനേക്ക് ശവത്തിനെ സമർപ്പിക്കുന്നത് പോലെയായെന്ന് ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് ആത്മാർത്ഥമായിരിക്കണം. മഹാന്മാരായ ആളുകളെ സ്മരിച്ചുകൊണ്ട് അവർ കടന്നുപോയ ആ വഴിയിലൂടെ നാം കടക്കുക. നമ്മുടെ നിസ്കാരം ആത്മാർത്ഥമായിരിക്കുക. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ നിസ്കാരം നിർവഹിക്കുവാനും സത്യപാന്താവിലേക്ക് പാന്താവിൽ വ്യതിചലിക്കാതെ നന്മയിലേക്ക് വളരാൻ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മോട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്